കഴിഞ്ഞ പ്രാവശ്യം വായിച്ച ആ ഭാഗം ഒന്നും കൂടി വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ധ്രുവൻ പിതാവിൻ്റെ പാദങ്ങളിൽ വീണു നമസ്കരിച്ചു. ആശീർവാദത്തോടെയും കുശലപ്രശ്നത്തോടെയും പിതാവ് പുത്രനെ സ്വീകരിച്ചു. ധ്രുവകുമാരൻ പിന്നീട് അമ്മമാർ രണ്ടുപേരെയും വണങ്ങി. ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നോടുള്ള വിദ്വേഷവും മത്സരബുദ്ധിയും വെടിഞ്ഞവനും തൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് കിടക്കുന്നവനുമായ ബാലനെ സുരുചി പ്രേമപുരസരം പിടിച്ചെഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തു. ഭഗവത് അനുഗ്രഹത്താൽ തന്നോടുള്ള വിദ്വേഷവും മത്സരബുദ്ധിയും വെടിഞ്ഞവൻ. അപ്പോൾ ഭഗവത് അനുഗ്രഹമുണ്ടായാൽ മത്സരബുദ്ധിയും വിദ്വേഷവുമൊക്കെ ഇല്ലാതാകും. അപ്പം നമുക്ക് ഭഗവത് അനുഗ്രഹമുണ്ടോ എന്നുള്ളതിന് സ്വയം പരീക്ഷിച്ച് നോക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളാണ് ഇവയൊക്കെ. നമുക്ക് വിദ്വേഷമുണ്ടോ, മത്സരബുദ്ധിയുണ്ടോ, ഇതൊക്കെ നമ്മൾ ആത്മപരിശോധന നടത്തിയാൽ ഈശ്വരാനുഗ്രഹത്തിൻ്റെ തോത് എത്രയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നോടുള്ള വിദ്വേഷവും മത്സരബുദ്ധിയും വെടിഞ്ഞവനും തൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് കിടക്കുന്നവനുമായ ബാലനെ സുരുചി പ്രേമപുരസരം പിടിച്ചെഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തു. ബാഷ്പധാരയിൽ ഗദ്ഗദകണ്ഠയായ അവൾ ദീർഘായുഷ്മാനായി ഭവിച്ചാലും എന്ന് ആശീർവദിച്ചു. മൈത്രി, ദയ, സ്നേഹം തുടങ്ങിയ ഗുണങ്ങൾ ഹേതുവായി ഏതൊരുവൻ്റെ നേർക്ക് സർവൈശ്വര്യപൂർണനായ ജഗദീശ്വരൻ്റെ പ്രസാദമുണ്ടാകുന്നുവോ അവനെ സകല പ്രാണികളും താണ നിലത്തുകൂടി വെള്ളമൊഴുകുന്നതുപോലെ സ്വാഭാവികമായും നമസ്കരിക്കും. അതാണ് അടിമയായിരുന്ന സുരുചിയുടെ വൈരമൊക്കെയും ഇല്ലാതാകാൻ കാരണം. ഉത്തമനും ധ്രുവനും സ്നേഹവിവശരായി പരസ്പരം ആലിംഗനം ചെയ്തു. അന്യോന്യ ദേഹസ്പർശത്താൽ ഇരുവർക്കും രോമാഞ്ചമുണ്ടായി. കണ്ണുകളിൽ നിന്ന് ബാഷ്പം ശ്രവിച്ചു. ധ്രുവമാതാവായ സുനീതി പ്രാണനേക്കാൾ പ്രിയപ്പെട്ട മകനെ ഗാഠമായി ആലിംഗനം ചെയ്തു. ധ്രുവന്റെ ദേഹസ്പർശമുണ്ടായപ്പോൾ ആ സുഖാനുഭവത്താൽ അതുവരെയുണ്ടായിരുന്ന ആധിയെല്ലാം ഇല്ലാതെയായി. മൈത്രി, ദയ, സ്നേഹം തുടങ്ങിയ ഗുണങ്ങൾ ഹേതുവായി ഏതൊരുവന്റെ നേർക്ക് സർവൈശ്വര്യ പൂർണനായ ജഗദീശ്വരന്റെ പ്രസാദമുണ്ടാകുന്നുവോ. അപ്പോൾ ജഗദീശ്വരന്റെ പ്രസാദമുണ്ടാകുന്നതിന്, നമ്മളിൽ ജഗദീശ്വരൻ പ്രസാദിക്കുന്നതിന് മൈത്രിയാദി ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാകണം. മൈത്രിയാദി 4 ഗുണങ്ങളാണ്. മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ. നമ്മളതിനെക്കുറിച്ച് നേരത്തെ ചിന്തിച്ചിരുന്നു. ഈ 4 ഗുണങ്ങളും നമ്മളിൽ ഉണ്ടാകണം. ഇതിനെ നമുക്ക് വളർത്താൻ സാധിക്കും. ഈ മൈത്രിയാദി ഗുണങ്ങളെ നമ്മളിൽ നമുക്ക് വളർത്താൻ സാധിക്കും. ബുദ്ധമതത്തിലാണിത് വളരെ കൂടുതൽ കണ്ടിട്ടുള്ളത്. ഈ മൈത്രിയാദി ഗുണങ്ങളെ വളർത്തുന്നതിന്, പരിപോഷിപ്പിക്കുന്നതിന് ആവശ്യമായ സാധനകൾ വളരെ കൂടുതൽ ബുദ്ധമതത്തിലാണ് ഉള്ളത്. മൈത്രിയാദികൾ അതിന് ഇംഗ്ലീഷിലേക്ക് നമ്മൾ തർജ്ജമ ചെയ്താൽ മൈത്രി എന്ന് പറഞ്ഞാൽ അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ലവിങ് കൈൻഡ്നെസ് ആയിട്ടാണ്. കരുണ, കമ്പാഷൻ, മുദിത, എംപത്തറ്റിക് ജോയ്, ഉപേക്ഷ, ഇക്വാനിമിറ്റി. ഈ 4 നമുക്ക് പരിപോഷിപ്പിക്കാൻ സാധിക്കും എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. ഇത് പരിപോഷിപ്പിച്ചാൽ നമ്മുടെ തലച്ചോറിൽ വ്യത്യാസമുണ്ടാകും. ഇതൊക്കെ ഇന്ന് പഠന വിഷയമായിട്ടുള്ളതാണ്. ഇതൊക്കെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ 4 ഗുണങ്ങളെ പരിപോഷിപ്പിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ 4 ഗുണങ്ങളും ആരിലാണോ ഉള്ളത് അവരിലാണ് ഭഗവാൻ പ്രസാദിക്കുക. നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരെ 3 ആയിട്ട് തരംതിരിക്കാം. വാസ്തവത്തിൽ എല്ലാത്തിനെയും അങ്ങനെ തരംതിരിക്കാം. ഇവിടെ പക്ഷേ ജീവനുള്ളതിനെ മാത്രം നമ്മൾ എടുത്താൽ മതി. 3 ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ഇഷ്ടമുള്ളവർ, ഇഷ്ടമില്ലാത്തവർ, ഇഷ്ടാനിഷ്ടങ്ങൾ ഇല്ലാത്തവർ. നമുക്ക് ചിലരോട് ഇഷ്ടമുണ്ടാകും, ചിലരോട് ഇഷ്ടക്കേടുണ്ടാകും, ചിലരോട് ഇഷ്ടവും ഉണ്ടാവില്ല, അനിഷ്ടവും ഉണ്ടാവില്ല. അങ്ങനെ 3 തരത്തിലാണ് നമുക്ക് ഈ ലോകത്തുള്ള ആൾക്കാരെ നമ്മളുമായിട്ട് ബന്ധപ്പെടുത്തി തരംതിരിക്കാൻ സാധിക്കുക.
ഇതിലെല്ലാവരോടും, ഇഷ്ടമുള്ളവരോടും ഇഷ്ടമില്ലാത്തവരോടും ഇഷ്ടാനിഷ്ടങ്ങളില്ലാത്തവരോടും ഒരേപോലെ നമുക്ക് മൈത്രീഭാവം ഉണ്ടാവണം. അതത്ര എളുപ്പമല്ല. അപ്പം അത് പരിശീലിക്കേണ്ടതാണ്. നമ്മളത് ഇതിനു മുമ്പ് വിശദമായി കേട്ടതാണ്. ഒന്നും കൂടി ചെറുതായിട്ട് നമുക്ക് കേൾക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. ആ ആളോട് ഉള്ള മിത്രതാഭാവത്തെ നമ്മൾ പരിപോഷിപ്പിക്കുന്നു. നമുക്ക് ആ ആളോട്, അതാരായാലും ആ ആളോട് സ്നേഹവായ്പ ഉണ്ടാകുന്നു. അത് കുറച്ചു നേരം കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടാനിഷ്ടങ്ങളില്ലാത്ത ഒരാളെ, വഴിയെ പോകുന്ന എന്നും കാണുന്ന ആരെങ്കിലും ഒരാളെ, അയാളോട് നമുക്ക് ഇഷ്ടവുമില്ല അനിഷ്ടവുമില്ല, ആ ആളെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. ആ ആളോടും അത്ര എളുപ്പമല്ല അത്. പക്ഷേ ആ ആളോടും നമ്മൾ ഇതേപോലെ മിത്രതാഭാവത്തെ, സ്നേഹവായ്പും ഒക്കെ ഉള്ളതായിട്ട് ഭാവിച്ച് അതിനെ പരിപോഷിപ്പിക്കുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളെ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. വളരെ പ്രയാസകരമാണത്. ആ ഒട്ടും ഇഷ്ടമല്ലാത്തയാളോടും സ്നേഹവായ്പോടെ നമുക്ക് പെരുമാറാൻ നമ്മൾ പരിശീലിക്കുന്നു, ഭാവന ചെയ്യാൻ. നമ്മുടെ സ്നേഹം, നമ്മളുടെ മിത്രതാഭാവം അതൊക്കെ അയാളിലേക്ക് ചെന്ന് എത്തുന്നതായിട്ട് നമ്മൾ ഭാവന ചെയ്യുകയാണ്. ഇതേപോലെ തന്നെ കരുണ, മുദിത, വേറൊരാളുടെ സന്തോഷത്തിൽ സന്തോഷിക്കുക, അതാണ് മുദിത. നമ്മുടെ സന്തോഷത്തിൽ മാത്രമല്ല, വേറൊരാളുടെ സന്തോഷത്തിൽ സന്തോഷിക്കുക. ഇഷ്ടമുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ എളുപ്പമാണ്. ഇഷ്ടാനിഷ്ടങ്ങളില്ലാത്തവരുടെ സന്തോഷത്തിലും ഒരു പക്ഷെ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കും. പക്ഷെ ഇഷ്ടമല്ലാത്തവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുക അത്ര എളുപ്പമല്ല. അപ്പോൾ ഇതിനൊക്കെ പരിശീലനം ആവശ്യമാണ്. എല്ലാവരെയും തുല്യമായിട്ട് കാണുക. ഇഷ്ടമുള്ളവരെയും ഇഷ്ടമല്ലാത്തവരെയും ഇഷ്ടാനിഷ്ടങ്ങൾ ഇല്ലാത്തവരെയും നമ്മൾ ഒരേപോലെ കാണുക. അതൊന്നും അത്ര എളുപ്പമല്ല, പക്ഷേ പരിശീലിക്കാവുന്നതാണ്. അങ്ങനെ പരിശീലിച്ച് ഈ ഗുണങ്ങളൊക്കെ നമ്മളിൽ വളരും തോറും ഈശ്വരാനുഗ്രഹത്തിനുള്ള നമ്മുടെ സാധ്യത കൂടുകയാണ്. ലളിതാ സഹസ്രനാമത്തിലെ ഒരു നാമവും നമ്മൾ ഇതിനു മുമ്പ് കേട്ടതാണ്. മൈത്രിയാദി വാസനാലഭ്യ. വാസന എന്ന് പറഞ്ഞാൽ ഭാവന എന്നർത്ഥം. മൈത്രിയാദികളുടെ ഭാവനയാൽ, മെഡിറ്റേഷനാൽ ലഭിക്കപ്പെടുന്നവൾ. ഈ ഗുണങ്ങളെ ഭാവന ചെയ്ത്, ഭാവന എന്നുള്ള വാക്കിന് മെഡിറ്റേഷൻ എന്നർത്ഥമുണ്ട്, ഭാവന ചെയ്ത് അതിനെ നമ്മൾ പരിപോഷിക്കുമ്പോൾ ആ പരിപോഷണത്തിലൂടെ, മൈത്രിയാദി ഭാവനകളുടെ പരിപോഷണത്തിലൂടെ ഈശ്വരാനുഗ്രഹം നമുക്കുണ്ടാകും. അതുകൊണ്ടാണ് മൈത്രി, ദയാ, സ്നേഹം തുടങ്ങിയ ഗുണങ്ങൾ ഹേതുവായി ഏതൊരുവൻ്റെ നേർക്ക് സർവൈശ്വര്യപൂർണനായ ജഗദീശ്വരൻ്റെ പ്രസാദമുണ്ടാകുന്നു. അപ്പോൾ ജഗദീശ്വരൻ പ്രസാദിക്കണമെങ്കിൽ ഇത് നമ്മളിൽ ഉണ്ടാകണം. നമുക്കിത് പരിപോഷിക്കാൻ സാധിക്കും. ഒട്ടുമില്ല, നമുക്ക് മൈത്രീഭാവമില്ല, കാരുണ്യമില്ല, മുദിത ഇല്ല, നമുക്ക് ഉപേക്ഷയില്ല, നമുക്ക് അങ്ങനെയല്ല എന്ന് വിചാരിക്കുക. അത് ആത്മപരിശോധനയിലൂടെ മാത്രമേ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അവനവനോടൊപ്പം അവരവരോടൊപ്പം കുറച്ചു നേരം ഇരിക്കുന്നവർക്ക് മാത്രമേ അത് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. മൈത്രീഭാവമുണ്ടോ, കാരുണ്യമുണ്ടോ, ഉപേക്ഷയുണ്ടോ, മുദിത അവസ്ഥയുണ്ടോ എന്നൊക്കെ അവരവരുടെ കൂടെ ഇരുന്നാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അവരവരുടെ കൂടെ ഇരുന്ന് ഇതൊക്കെ ഉണ്ടോ എന്നൊന്ന് ആത്മപരിശോധന നടത്തണം. ഇല്ലെങ്കിൽ അവയെ പരിപോഷിപ്പിക്കുവാൻ ആവശ്യമായ ഭാവന അനുഷ്ഠിക്കണം. അങ്ങനെ ഇത് പരിപോഷിപ്പിക്കപ്പെടണം. ഇതിൻ്റെ പരിപോഷണത്തിൽ ഭഗവത് അനുഗ്രഹമുണ്ടാകും, ഉറപ്പ്. അതാണ് ഇവിടെ പറഞ്ഞത്, ജഗദീശ്വരൻ്റെ പ്രസാദമുണ്ടാകുന്നു. അപ്പം ഇങ്ങനെയുള്ള മൈത്രിയാദി ഗുണങ്ങൾ ഹേതുവായിട്ടാണ് ഒരാൾക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാവുക. അങ്ങനെ ഹേതുവായിട്ട് ഏതൊരാളുടെ നേർക്ക് സർവൈശ്വര്യപൂർണനായ ജഗദീശ്വരൻ്റെ പ്രസാദമുണ്ടാകുന്നുവോ അവരെ, അങ്ങനെ ഈശ്വരപ്രസാദം ഉണ്ടാകുന്നവരെ സകല പ്രാണികളും താണനിലത്തുകൂടി വെള്ളമൊഴുകുന്നതുപോലെ സ്വാഭാവികമായും നമസ്കരിക്കും. ഇപ്പം മറ്റുള്ളവരുടെയൊക്കെ ആദരവ് നമുക്കുണ്ടാകണം എന്ന ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ, അങ്ങനത്തെ ആഗ്രഹം ആർക്കാ ഇല്ലാത്തത്? ചുറ്റുപാടുകളിലുമുള്ളവരെല്ലാം നമ്മളെ ആദരിക്കണമെന്നും ബഹുമാനിക്കണമെന്നും കാര്യമായിട്ട് കണക്കാക്കണമെന്നും ആഗ്രഹമില്ലാത്തവർ ആരാണ് ഉണ്ടാവുക?
അങ്ങനത്തെ ആഗ്രഹമുണ്ടെങ്കിൽ അതിനെന്താ വഴി? അതിന് ഈശ്വരാനുഗ്രഹമാണ് വഴി. ഈശ്വരൻ പ്രസാദിക്കണം. ഈശ്വരൻ പ്രസാദിക്കണമെങ്കിൽ എന്ത് വേണം? മൈത്രിയാദി ഗുണങ്ങൾ ഉണ്ടാകണം. മൈത്രിയാദി ഗുണങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചതിന് ശേഷം അവ ഉണ്ടെങ്കിൽ അതിനെ പരിപോഷിപ്പിക്കുക, ഇല്ലെങ്കിലും അതിനെ പതുക്കെ വളർത്തി കൊണ്ടുവരിക. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ മൈത്രിയാദി ഗുണങ്ങൾ ഹേതുവായിട്ട് ഭഗവത് അനുഗ്രഹമുണ്ടാകും. ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകുന്നത് കൊണ്ട് സകല പ്രാണികളും നമ്മളെ ആദരിക്കും. അങ്ങനെ സകല പ്രാണികളും താണനിലത്തുകൂടി വെള്ളം ഒഴുകുന്നത് പോലെ സ്വാഭാവികമായും നമസ്കരിക്കും. അതാണ് ദുരഭിമാനത്തിനടിമയായിരുന്ന സുരുചിയുടെ വൈരമൊക്കെയും ഇല്ലാതാകാൻ കാരണം. അപ്പം സുരുചിക്ക് ധ്രുവനോടുണ്ടായിരുന്ന വിരോധം, വിദ്വേഷം ഇല്ലാതായത് അനാലിസിസ് കൊണ്ടല്ല. സുരുചിയോട് ആരെങ്കിലും ഇരുന്ന് സംസാരിച്ച് സുരുചിയുടെ ഭാവം ശരിയല്ല എന്ന് ബുദ്ധിപരമായി സുരുചിയെ ബോധ്യപ്പെടുത്തിയിട്ടല്ല സുരുചിക്ക് മാറ്റം ഉണ്ടായത്. അനാലിസിസ് കൊണ്ടുണ്ടാകുന്ന, അത് ഏത് തരത്തിലുള്ള അനാലിസിസ് ആയാലും, സൈക്കോ അനാലിസിസ് ആയാലും ശരി, ഇൻ്റലക്ച്വൽ അനാലിസിസ് ആയാലും ശരി, ഏത് തരത്തിലുള്ള അനാലിസിസ് കൊണ്ടും ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് സ്ഥായിയല്ല. സ്ഥായിയായ മാറ്റം ആന്തരികമായിട്ടുണ്ടാകുമ്പോഴാണ്. ഇപ്പം സുരുചിക്ക് ഈ മാറ്റമുണ്ടാകാൻ കാരണം മൈത്രിയാദി വാസനകളാൽ പരിപൂർണനായിരിക്കുന്ന ധ്രുവനുമായിട്ട് കണ്ടുമുട്ടാനിടയായി. അതുകൊണ്ടാണ് ധ്രുവനുമായിട്ട് കണ്ടുമുട്ടാനിടയായി, അല്ലെങ്കിൽ ധ്രുവനുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ടാണ് സുരുചിക്ക് മാറ്റം ഉണ്ടായത്. സുരുചിയുടെ മാറ്റം ഇൻ്റലക്ച്വൽ തലത്തിലുള്ളതല്ല. റീസൺ ഔട്ട് ചെയ്തിട്ട് യുക്തിപരമായിട്ട് മനസ്സിലാക്കിയിട്ട് താൻ ചെയ്ത തെറ്റിൻ്റെ പ്രായശ്ചിത്തം ചെയ്യുകയല്ല സുരുചി ചെയ്യുന്നത്. സുരുചിയിൽ സ്വാഭാവികമായിട്ടും ഒരു ആന്തരിക മാറ്റം ഉണ്ടാവുകയാണ്. ഇതാണ് ട്രാൻസ്ഫോർമേഷൻ. മറ്റേതൊക്കെ ഇൻ്റലക്ച്വൽ ട്രാൻസ്ഫോർമേഷൻ മാത്രമാണ്. മറ്റൊരു യുക്തി തലയ്ക്കകത്ത് കയറിയാൽ ആദ്യം ഉണ്ടായ ആ ട്രാൻസ്ഫോർമേഷൻ ഇല്ലാണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഇത് യുക്തിപരമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ അല്ല, ഇത് അനുഭൂതിയുടെ തലത്തിലുള്ള ട്രാൻസ്ഫോർമേഷനാണ്. അപ്പം ധ്രുവനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ദുരഭിമാനത്തിനടിമയായിരുന്ന സുരുചിയുടെ വൈരമൊക്കെയും ഇല്ലാതായി. ഉത്തമനും ധ്രുവനും സ്നേഹവിവശരായി പരസ്പരം ആലിംഗനം ചെയ്തു. അന്യോന്യ ദേഹസ്പർശത്താൽ ഇരുവർക്കും രോമാഞ്ചമുണ്ടായി. കണ്ണുകളിൽ നിന്ന് ബാഷ്പം ശ്രവിച്ചു. ധ്രുവമാതാവായ സുനീതി പ്രാണനേക്കാൾ പ്രിയപ്പെട്ട മകനെ ഗാഠമായ ആലിംഗനം ചെയ്തു. ധ്രുവന്റെ ദേഹസ്പർശമുണ്ടായപ്പോൾ ആ സുഖാനുഭവത്താൽ അതുവരെയുണ്ടായിരുന്ന ആധിയെല്ലാം ഇല്ലാതെയായി. ഇപ്പോൾ ഒരാള് മാറിയാൽ ആ ആളുടെ ചുറ്റുപാടുകളിലുമുള്ളവരെല്ലാം മാറും. ഓരോരുത്തരെയും മാറ്റേണ്ട ആവശ്യമില്ല. ഉത്താനപാദനോട് പോയി സംസാരിച്ച് ഉത്താനപാദൻ ചെയ്തത് ശരിയല്ല എന്ന് ഉത്താനപാദനെ കൺവിൻസ് ചെയ്യിക്കുക, സുരുചി ചെയ്തത് ശരിയല്ല എന്ന് സുരുചിയെ ബോധ്യപ്പെടുത്തുക, ഉത്തമനോട് സംസാരിച്ച് ധ്രുവനോടുള്ള വിദ്വേഷം ഇല്ലാതാക്കുക, സുനീതിയോട് സംസാരിച്ച് ആദിക്ക് ഒരു അറുതി വരുത്തുക. അങ്ങനെയല്ല. ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നയാളാണ് ധ്രുവൻ. ധ്രുവനിൽ സമ്പൂർണമായ മാറ്റമുണ്ടായി. ധ്രുവനിൽ മാറ്റമുണ്ടായപ്പോൾ ധ്രുവനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവർക്കെല്ലാം മാറ്റമുണ്ടായി. അത് നമുക്കും ബാധകമാണ്. നമ്മൾ ഓരോരുത്തരും മാറിയാൽ, നമ്മൾ ഓരോരുത്തരിലും ഭഗവത് അനുഗ്രഹത്തിന് ഹേതുവായിട്ടുള്ള മൈത്രിയാദി ഗുണങ്ങൾ സമ്പുഷ്ടമായാൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നവർക്കെല്ലാം മാറ്റമുണ്ടാകും. അങ്ങനെ ഇത് കേൾക്കുന്നവരിലെല്ലാം ആന്തരികമായ സഹജമായ ഒരു മാറ്റമുണ്ടാവുകയാണെങ്കിൽ ലോകത്ത് എത്രയധികം മാറ്റമുണ്ടാകും എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ഈ ലോകത്തിൽ മാറ്റമുണ്ടാകണം എന്ന് ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ, ആ ആഗ്രഹം വാസ്തവത്തിൽ ഉള്ളതാണെങ്കിൽ, ഇൻ്റലക്ച്വൽ അല്ല, റിയൽ ആണെങ്കിൽ, നമ്മൾ ഈ ഗുണങ്ങളെല്ലാം പരിപോഷിപ്പിച്ച്
ഈശ്വരാനുഗ്രഹം നേടാൻ പരിശ്രമിക്കുകയാണ് വേണ്ടത്. നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റം നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ളതിൽ പ്രതിഫലിക്കും. അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ദ്രിയജയം നേടിയ ധീരനായ വിതുര, വിതുരൻ ധീരനായ വിതുര എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. മറ്റൊരു വീക്ഷണകോണിൽ നിന്ന് നമ്മൾ നോക്കിയാൽ ഈ വിതുരൻ ഭീരുവാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാതെ ആയുധം വെച്ചൊഴിഞ്ഞയാളാണ് വിതുരൻ. യുദ്ധം നടക്കുന്ന സമയത്ത് അദ്ദേഹം തീർത്ഥാടനത്തിന് ഇറങ്ങിപ്പോവുകയാണ്. അപ്പം നമ്മൾ മറ്റൊരു കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിയാൽ വിതുരൻ ഒരു ഭീരുവാണ്. യുദ്ധത്തിൽ പങ്കെടുക്കാൻ എന്തുകൊണ്ടോ, താൻ മരിക്കും എന്നുള്ള ചിന്ത കൊണ്ടാണോ, തൻ്റെ ഉറ്റവരെല്ലാം മരിക്കുന്നത് കാണേണ്ടി വരും എന്ന ചിന്ത കൊണ്ടാണോ, എന്തുകൊണ്ടോ അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുക്കാൻ തയ്യാറായില്ല. ആയുധം താഴെ വെച്ച് അദ്ദേഹം തീർത്ഥാടനത്തിന് പോയി. ആ ആളെ ഒരു ദൃഷ്ടിയിൽ നോക്കിയാൽ ഭീരു എന്നാണ് വിളിക്കേണ്ടത്. പക്ഷെ മൈത്രേയ മുനി അദ്ദേഹത്തെ വിളിക്കുന്നത് ധീരൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ധീരത എന്താ? ഇന്ദ്രിയങ്ങളെ ജയിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ധീരത. അതത്ര എളുപ്പമല്ല ഇന്ദ്രിയ ജയം നേടാൻ. ഇന്ദ്രിയ ജയം നേടുക എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല. അതൊരിക്കലും സംഭാവ്യമല്ല. ഇന്ദ്രിയ ജയം നേടുക എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തെ മുഴുവൻ അറിയുക എന്നുള്ളതാണ്. ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് മുഴുവൻ, അത്ര എളുപ്പമല്ല ഇതൊന്നും, പക്ഷെ സാധിക്കും. ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് അവെയറാവുക. അങ്ങനെ ഏതൊരാളാണോ തൻ്റെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവെയറായിട്ടുള്ളത്, ആ ആളാണ് ഇന്ദ്രിയങ്ങളെ ജയിച്ചയാൾ. ഇന്ദ്രിയങ്ങളെ ഏതൊരാളാണോ ജയിച്ചത് അയാളാണ് ധീരൻ. അപ്പം വിതുരര് ഭീരുവല്ല, വിതുരരാണ് ധീരൻ. ഇന്ദ്രിയ ജയം നേടിയ ധീരനായ വിതുര ഈ ഇളം പ്രായത്തിൽ ഇത്രമാത്രം കഠിനമായ തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി ഇഷ്ടവരം സമ്പാദിക്കത്തക്കവണ്ണം വീരനായ ആ ബാലനെ പ്രസവിച്ച സുനീതിയുടെ കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ ഇടമുറിയാതെ ഒഴുകി. ആ കണ്ണുനീരിൽ കുതിർന്ന അവളുടെ സ്തനങ്ങളിൽ നിന്നും വാത്സല്യത്താൽ പാൽ വീണ്ടും വീണ്ടും ചുരന്നു വന്നു. അപ്പം ഈ കഠിനമായ തപസ്സു ചെയ്ത് ഈശ്വരനെ പ്രത്യക്ഷപ്പെടുത്തി ഇഷ്ടവരം നേടിയ ആളെയാണ് ഇവിടെ വീരൻ എന്ന് വിളിക്കുന്നത്. അല്ലാതെ ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്ത് ജയിച്ചയാളെയല്ല വീരൻ എന്ന് വിളിക്കുന്നത്. വീരൻ എന്ന് വിളിക്കുന്നത് ഈശ്വര പ്രസാദം കൊണ്ട് ഇഷ്ടവരം നേടിയ ആളെയാണ് വീരൻ എന്ന് വിളിക്കുന്നത്. കയ്യൂക്കുകൊണ്ട് കാര്യം നേടിയ ആളെയല്ല, ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇഷ്ടത്തെ സാധിച്ച ആളെയാണ് വീരൻ എന്ന് വിളിക്കുന്നത്. ആ വീരനായ പുത്രനെ കണ്ടപ്പോൾ അമ്മയ്ക്കുണ്ടായ വാത്സല്യാതിരേകത്തെയാണ് വ്യാസഭഗവാൻ ഇവിടെ വർണ്ണിച്ച് കേൾപ്പിച്ചു തന്നത്. ഇന്ദ്രിയ ജയം നേടിയ ധീരനായ വിതുര ഈ ഇളം പ്രായത്തിൽ ഇത്രമാത്രം കഠിനമായ തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി ഇഷ്ടവരം സമ്പാദിക്കത്തക്കവണ്ണം വീരനായ ആ ബാലനെ പ്രസവിച്ച സുനീതിയുടെ കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ ഇടമുറിയാതെ ഒഴുകി. ആ കണ്ണുനീരിൽ കുതിർന്ന അവളുടെ സ്ഥലങ്ങളിൽ നിന്നും വാത്സല്യത്താൽ പാല് വീണ്ടും വീണ്ടും ചുരന്നു വന്നു. ജനങ്ങൾ രാജ്ഞിയായ സുനീതിയെ ഒട്ടേറെ പ്രശംസിച്ചു. ഏറെക്കാലമായി കാണാതിരുന്ന ഭവതിയുടെ പുത്രനെ ഇപ്പോൾ കണ്ടുകിട്ടിയല്ലോ. കാണാതിരുന്ന ആളെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടാകും. വിജ്ഞാനഭൈരവ തന്ത്രത്തിൽ കാണാതിരുന്നിട്ട് കാണുന്ന ആളെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തെ ധ്യാനിക്കുവാൻ പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന സന്തോഷം ഈശ്വരാനന്ദത്തിൻ്റെ അംശമാണ്. അതിൽ സന്തോഷിച്ചാൽ ഈശ്വരാനന്ദത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ഒരാളെയാണ് ഇവിടെ സുനീതി വീണ്ടും കണ്ടുമുട്ടുന്നത്. അപ്പോൾ സന്തോഷം ഇരട്ടിയായിരിക്കും. ഏറെക്കാലമായി കാണാതിരുന്ന ഭവതിയുടെ പുത്രനെ ഇപ്പോൾ കണ്ടുകിട്ടിയല്ലോ. അവൻ നമ്മുടെ എല്ലാ സന്താപങ്ങളെയും വിധത്തിൽ രാജ്യത്തെ പരിപാലിക്കും. പ്രജകളുടെ താല്പര്യം അതാണ്.
ന്യായമായ രീതിയിൽ തങ്ങളെ പരിപാലിക്കുക. അപ്പോൾ അവർക്ക് ആ കാര്യത്തിൽ ഒരു ഉറപ്പുമുണ്ട്. കാരണം ഭഗവത് അനുഗ്രഹം നേടി വന്നയാളാണ് ഈ ധ്രുവൻ. ഭഗവത് അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ മൈത്രിയാദി ഗുണങ്ങളാൽ സമ്പുഷ്ടനായിരിക്കണം. മൈത്രിയാദി ഗുണങ്ങളാൽ സമ്പുഷ്ടനായി ഭഗവത് അനുഗ്രഹത്താൽ ഇഷ്ടവരം നേടിയ ധ്രുവനാൽ പരിപാലിക്കപ്പെടുന്ന ജനത ന്യായമായി പരിപാലിക്കപ്പെടുന്ന ജനതയായിരിക്കും. അതാണ് അവർക്ക് വലിയ ആശ്വാസവും സന്തോഷവും കൊടുക്കുന്നത്. അവൻ നമ്മുടെ എല്ലാ സന്താപങ്ങളെയും തീർക്കുന്ന വിധത്തിൽ രാജ്യത്തെ പരിപാലിക്കും. ഏതൊരുവനെ സദാസമയവും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ദ്രിയ ജയം നേടിയ മഹായോഗികൾ അന്യർക്ക് ജയിക്കാൻ കഴിയാത്ത ജനന മരണ ക്ലേശദായകമായ സംസാരത്തെ കീഴടക്കുന്നുവോ, തന്നെ വണങ്ങുന്നവരുടെ സകല സങ്കടങ്ങളെയും തീർത്ത് പരമാനന്ദത്തെ പ്രദാനം ചെയ്യാൻ ശേഷിയുള്ള ആ സർവേശ്വരനെ ഭവതി മുൻജന്മങ്ങളിൽ പൂജിച്ചിട്ടുണ്ട് തീർച്ച. വെറുതെ അല്ല ഭവതിക്ക് ഇങ്ങനെയുള്ളൊരു സൗഭാഗ്യം ഉണ്ടായത്. അത് നേരത്തെ ചെയ്തിട്ടുള്ള നല്ല കർമ്മങ്ങളുടെ പരിണത ഫലമാണ്. ഏതൊരുവനെ സദാസമയവും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ദ്രിയ ജയം നേടിയ മഹായോഗികൾ. ഏതൊരുവനെ, ഇപ്പം മഹായോഗികൾ ഇന്ദ്രിയ ജയം നേടിയവരാണ്. ഇന്ദ്രിയങ്ങളുടെ പിടിവലികൾക്കൊത്ത് മനസ്സിനെ പായിക്കുന്നവരല്ല അവർ. ഇന്ദ്രിയങ്ങളുടെ മേച്ചിലുകളെ അറിയാവുന്ന യോഗികൾക്ക് അവരുടെ മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കുന്നവർക്ക് എപ്പോഴും ഈശ്വരനെ സ്മരിക്കുവാനും ധ്യാനിക്കുവാനും സാധിക്കും. അല്ലാത്തവർ ഇന്ദ്രിയങ്ങളുടെ പിടിവലികളിൽപ്പെട്ട് ഉഴറും. അപ്പം അങ്ങനെ ഉഴറാതെ ഭഗവത് സ്മരണയ്ക്ക് കഴിയുന്നവരാണ് മഹായോഗികൾ. ഏതൊരുവനെ സദാസമയവും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ദ്രിയ ജയം നേടിയ മഹായോഗികൾ അന്യർക്കു ജയിക്കാൻ കഴിയാത്ത ജനന മരണ ക്ലേശദായകമായ സംസാരത്തെ കീഴടക്കുന്നുവോ, അതാണ് ഏറ്റവും വലിയ കീഴടക്കൽ. ഏറ്റവും വലിയ കീഴടക്കൽ അതാണ്, ശത്രു സൈന്യങ്ങളെ കീഴടക്കലല്ല. അങ്ങനെ കീഴടക്കുന്നുവോ, തന്നെ വണങ്ങുന്നവരുടെ സകല സങ്കടങ്ങളെയും തീർത്ത് പരമാനന്ദത്തെ പ്രദാനം ചെയ്യാൻ ശേഷിയുള്ള ആ സർവേശ്വരനെ, യോഗികളാൽ നമസ്കരിക്കപ്പെടുന്ന ആ സർവേശ്വരനെ, തന്നെ വണങ്ങുന്നവരുടെ സകല സങ്കടങ്ങളെയും തീർത്ത് അവർക്ക് പരമമായ ആനന്ദത്തെ പ്രദാനം ചെയ്യാൻ ശേഷിയുള്ള ആ സർവേശ്വരനെ, ഭഗവാനെ, പരമബോധത്തെ ഭവതി മുൻജന്മങ്ങളിൽ പൂജിച്ചിട്ടുണ്ട് തീർച്ച. ഇപ്രകാരം ജനങ്ങളാൽ പരിലാളിതരായ ധ്രുവനെയും സഹോദരനായ ഉത്തമനെയും ഒരു പിടിയാനയുടെ പുറത്തിരുത്തിയിട്ട് സ്തുതിഗീതങ്ങൾ പാടുന്ന വന്ദികളുടെ അകമ്പടിയോടെ സന്തുഷ്ടനായ മഹാരാജാവ് രാജധാനിയിലേക്ക് പ്രവേശിച്ചു. ഒരു പിടിയാനയുടെ പുറത്തിരുത്തിയിട്ട്, കൊമ്പനാനയുടെ പുറത്തല്ല ഇരുത്തിയത്, ഒരു പിടിയാനയുടെ ഇരുത്തിയത്. അപ്പോൾ പിടിയാനയുടെ പുറത്തിരിക്കുന്നതും ശ്രേഷ്ഠമായതാണ്. കൊമ്പനാനയുടെ പുറത്തിരിക്കുന്നത് മാത്രമല്ല ശ്രേഷ്ഠത, പിടിയാനയുടെ പുറത്തിരിക്കുന്നതും ശ്രേഷ്ഠമായതാണ്. അതൊരു ചെറിയ കാര്യമാണ്. ആനയുടെ പുറത്തിരുത്തിയിട്ടെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെ പറയാതെ പിടിയാനയുടെ എന്നെടുത്ത് പറഞ്ഞിട്ടുള്ളത് ഈ ലോകത്തുള്ള ജന്തുക്കളിൽ എല്ലാ വിഭാഗങ്ങളും തുല്യമായി ശ്രേഷ്ഠതയുള്ളവരാണ് എന്ന് കാണിക്കാനും കൂടിയാണ്. ഇവളിൽ ശ്രേഷ്ഠതയില്ലാത്തതായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് പിടിയാനയുടെ പുറത്തിരുത്തിയിട്ട് സ്തുതിഗീതങ്ങൾ പാടുന്ന വന്ദികളുടെ അകമ്പടിയോടെ സന്തുഷ്ടനായ മഹാരാജാവ് രാജധാനിയിലേക്ക് പ്രവേശിച്ചു.